ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ ജിങ്ഷിയും ഞാനും ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇൻവെസ്റ്റർ അങ്ങോട്ടേക്ക് വരും. അങ്ങനെ തന്നെ ഞാൻ ജിങ്ഷിക്ക് അയാളെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇവളൊരുമാതിരി നല്ല രീതിക്ക് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അയാളുടെ അടുത്തും നല്ല രീതിയിൽ എല്ലാ കാര്യവും സംസാരിക്കും. ജിങ്ഷി നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് അയാളെ ജിങ്ഷിയുടെ ബിസിനസ് കാർഡ് വരെ വാങ്ങിയാണ് അവിടെ നിന്ന് പോകുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ ഞാനാണെങ്കിലും ഭയങ്കരമായിട്ട് ഇംപ്രസ് ആകും. അപ്പോ നീ ഇതാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് എന്നെ ചോദിക്കും. ഇതൊക്കെ എന്റെ കഴിവല്ലേ, ഇതൊന്നും തുറന്നു പറയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നേന്ന് പറയും. ഓ, എന്തായാലും കൊള്ളാം. അപ്പൊ ജിങ്ഷന് PR വർക്കിന്റെ ആവശ്യമേ ഇല്ലാന്ന് പറയും. എന്തായാലും കുഴപ്പമില്ല, ഇത് ഞാൻ എന്റെ കോംപ്ലിമെന്റ് ആയിട്ട് വെച്ചോളാന്നും പറഞ്ഞ് ജിങ്ഷിയും ചിരിച്ചുകൊണ്ടിരിക്കും. അതേ ടൈം നാൻസി ലിങ്ങിന്റെ ബാറിലേക്ക് ചെല്ലും. അകത്തേക്ക് കയറി ചെല്ലുമ്പോ ലിങ് ആണെങ്കിലും ഒരുമാതിരി പോസൊക്കെ കൊടുത്ത് നിൽക്കുവാണ്. ഇതെന്താടാ നീ ഈ ഒരു പോസ് എന്ന് ചോദിക്കും. നാൻസി, നീ വന്നോ, നിനക്ക് വേണ്ടിയിട്ടേ ഞാനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരു സ്റ്റേജിലേക്ക് കയറി നിന്ന് പാട്ട് പാടാനായിട്ട് തുടങ്ങും. നല്ല രീതിക്ക് ലിങ് പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷെ പകുതിക്ക് വെച്ച് ആശാൻ പാട്ടിന്റെ റിലിക്സ് ഒക്കെ മറന്നു പോകും. ഇത് കണ്ട് സിയയും ചിരിച്ചിട്ട്, ഇങ്ങോട്ടേക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങണമെന്നും പറഞ്ഞല്ലേ നീ എന്നെ വിളിപ്പിച്ചത്, എന്നിട്ട് ഇവിടെ കോമഡി ഷോ നടക്കുന്ന കാര്യം എന്തുകൊണ്ട് നീ എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് ഇങ്ങനെ ചോദിക്കും. ഓ സോറി, എനിക്ക് എന്തായാലും പാടാൻ അറിയില്ല, നീ തന്നെ കയറി നിന്ന് പാടെന്നും പറഞ്ഞ് സിയനോട് പാടാനായിട്ട് പറയും. അങ്ങനെ സിയയും കയറി നിന്ന് പാടാനായിട്ട് തുടങ്ങും. നല്ല രീതിക്ക് സിയ പാടുന്നുണ്ട്. ആ ഒരു പാട്ടില് നമ്മുടെ ലിങ് രസിച്ചിങ്ങനെ നിൽക്കുവാണ്. പാട്ടെല്ലാം പാടി കഴിയുമ്പോ, വൗ സിയ, നീ അടിപൊളിയായിട്ട് പാട്ട് പാടി, മാർവലസ് ആയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, ഞാൻ നോർമൽ ആയിട്ടാ പാടുന്നത്, നീ എന്നെ പുകഴ്ത്തണ്ട, നിനക്ക് പാട്ട് പാടാനായിട്ട് വരുന്നില്ല, പക്ഷെ നിനക്ക് റാപ്പൊക്കെ പറ്റും, അതാണ് അടിപൊളി എന്ന് പറയും. എന്തായാലും സിയ, നീ അടിപൊളിയായിട്ട് പാടുന്നുണ്ട്, നിനക്ക് എന്തുകൊണ്ട് എന്റെ ബാറില് പാട്ട് പാടിക്കൂടാന്ന് എന്നെ ചോദിക്കും. ഞാനോ പാട്ട് പാടാനോ എന്നും പറഞ്ഞിട്ട് സിയ ആണെങ്കിലും ഒരു റിയാക്ഷൻ ഇടും. ആ ഒരു സൈഡ് കൊണ്ട് നോക്കുമ്പോ ലിങ് ആണെങ്കിലും ആകെ ഫ്ലാറ്റ്. ദൈവമേ, ഇവള് എന്തുകൊണ്ടാണ് ഞാൻ മുൻപൊക്കെ വെറുത്തു പോയത്, അതിപ്പോ തെറ്റായി പോയി എന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് ഇവളെന്താണ് പറയുന്നത് എന്ന് പോലും കേൾക്കാണ്ട് ഇവളിൽ ഇങ്ങനെ രസിച്ച് നിൽക്കാണ്. അപ്പൊ തന്നെ സിയ, നീ എന്താലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്, ഞാനിവിടെ നിൽക്കുന്നത് വല്ലതും നീ കാണുന്നുണ്ടോ എന്ന് ചോദിക്കും. അതെ, ഞാൻ തിങ്ക് ചെയ്യുമായിരുന്നു, എന്തായാലും പ്ലാൻ ബി ഉണ്ട്, നിനക്ക് വേണ്ടിയിട്ടേ ഞാനൊരു മെജൂറ്റ തയ്യാറാക്കി തരാമെന്നും പറഞ്ഞ് ഒരു മെജൂറ്റയൊക്കെ തയ്യാറാക്കി കൊടുക്കും. അതിനുശേഷം രണ്ടുപേരും കൂടി ബാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് സിഡ്നിയും ആ എക്സിബിഷൻ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നടന്നു വരുമ്പോ നമ്മുടെ യാനും ജിങ്ഷിയും കൂടി ഇരിക്കുന്നതും നമ്മുടെ സിഡ്നി കാണും. ആകെ അപ്സെറ്റ് ആകും. അങ്ങനെ തന്നെ അകത്തേക്ക് കയറി ചെന്ന്, വാവ് ജിങ്ഷി, നീ ഇവിടെ ഉണ്ടോ, എന്തൊരു കോയിൻസിഡന്റ് ആണെന്നും പറഞ്ഞിട്ട് യാനിന്റെ അടുത്തേക്ക് ചെന്നിരിക്കും. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ജിങ്ഷി കിട്ടൊന്ന് താങ്ങിയേക്കാന്ന് വിചാരിച്ച്. ജിങ്ഷൻ ഇത്രയും വലിയൊരു ഇൻവെസ്റ്ററിനെ കിട്ടിയത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നിങ്ങൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുവാന്ന് പറയും. അതായത് ഇവരൊന്നും ചെയ്തിട്ടില്ല, വലിയൊരു ഇൻവെസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ യാനുള്ളത് കൊണ്ടാണ് ഇവര് ഫേമസ് ആവുന്നതെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഞാനും, ജിങ്ഷന് ആവശ്യമായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്റെ ഇൻപുട്ടിന്റെ ആവശ്യം അവിടെ വരുന്നില്ല എന്ന് പറയും. എനിവേ, എക്സിബിഷന് നിങ്ങൾക്കായിട്ട് ഒരു പ്ലേസ് ഒതുക്കി തന്നിട്ടില്ലേ, ഞങ്ങൾക്ക് ഡാങ്ങിയാന്റെ അടുത്ത് തന്നെയാണ്, എന്തായാലും നീ എവിടം വരെ വന്നു ഒന്ന് കണ്ടിട്ട് പോ, നീയും ഗുവാനില് വർക്ക് ചെയ്തിരുന്നതല്ലേ എന്ന് ചോദിക്കും. ജിങ്ഷി ആണെങ്കിലും ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്, ഗുവാനില് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ഡയറക്ടർ എന്നെ ഹറാസ് ചെയ്തു, എന്നാലും എല്ലാവരും കുറ്റപ്പെടുത്തിയത് എന്നെയാണ്. അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ ഇപ്പോ മനസ്സിലാവുന്നുണ്ട്, എന്ത് വിഷയത്തിലാണെങ്കിലും ഒരു ബലിയാടിന് ആവശ്യമാണല്ലേ എന്ന് ചോദിക്കും. ആ ഡയറക്ടറിനെ ജോബിൽ നിന്ന് പറഞ്ഞു വിട്ടാ നീ ഓക്കെ ആകുമെന്ന് ഞാൻ കരുതി, പക്ഷെ അതിങ്ങനെയാവൂന്ന് എനിക്കറിയില്ലായിരുന്നു, എന്തായാലും സോറിന്ന് സിഡ്നിയും പറയും. ജിങ്ഷിക്കാണെങ്കിലും ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല, ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കും. അപ്പൊ തന്നെ സിഡ്നി യാനിനെ നോക്കി, ആദ്യമായിട്ട് നീ ജർമ്മനിയിൽ നിന്ന് ഇവിടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നില്ലേ, അന്ന് ഞാൻ നിനക്ക് റെക്കമെൻഡ് ചെയ്തത് ഇതേ ഹോട്ടലാണ്, അതുമല്ലാണ്ട് ഗുവാനും ആ ടൈമിന് സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്നു, അന്ന് നീ എനിക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തി തന്നു, അത് ഈ ഒരു കമ്പനി വളരാൻ ഹെൽപ്ഫുൾ ആയിരുന്നു. സത്യം പറഞ്ഞ ഗുവാൻ ഇത്രയും സക്സസ് ആയത് നീ കാരണമാണ്. ഇപ്പൊ നീ ജിങ്ഷിക്ക് വേണ്ടി ഗുവാൻ കമ്പനിക്ക് കോണ്ടാക്ട് ചെയ്തില്ലേ, അതേപോലെയാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജിങ്ഷിക്ക് ട്രിഗർ ആകും. ഞാൻ പോവാണ്, എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാനായിട്ട് ശ്രമിക്കും. അപ്പൊ തന്നെ സിഡ്നി, ഇപ്പൊ നിനക്ക് എന്ത് ജോബാ ഉള്ളത്, ഫുഡ് പോലും നീ കഴിച്ചില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ തന്നെ ഞാനും, എന്തായാലും നമ്മുടെ ജോബ് ഇമ്പോർട്ടന്റ് ആണ്, നീ എന്തായാലും പോയിക്കോന്നും പറഞ്ഞ് ജിങ്ഷിനെ അവിടെ നിന്ന് പറഞ്ഞഴക്കും. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സിഡ്നിയുടെ പുറകെ നടക്കുന്ന ഒരു ഇൻവെസ്റ്റർ ഉണ്ടല്ലോ, അയാളിരുന്ന് കേൾക്കുന്നൊക്കെയുണ്ട്. ആ ടൈമിന് ഞാൻ ഓർഡർ ചെയ്ത ഫുഡും അങ്ങോട്ടേക്ക് എത്തും. ഇത് കാണുമ്പോ സിഡ്നി, നീ ഇപ്പോഴും ഈ ഫുഡ് കഴിക്കോ, നിനക്ക് ഇപ്പോഴും ഈ ഫുഡ് ഇഷ്ടമാണോ എന്ന് ചോദിക്കും. ഈ ഫുഡ് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണെന്ന്
എന്നും പറഞ്ഞ് അവിടെയുള്ള വെയിറ്റേഴ്സിനെ വിളിച്ച് ആ ഫുഡ് പാക്ക് ചെയ്തോളാനായിട്ട് പറഞ്ഞ് സിഡ്നീന നല്ല രീതിക്ക് ഇൻസൾട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ജിൻഷി ഇപ്പൊ ഒരു കമ്പനിയുടെ ബോസാണ്, ഗുവാന്റെ പഴയ എംപ്ലോയി ഒന്നും അല്ല, അത് നീ എപ്പോഴും ഓർക്കണം. ആവശ്യമില്ലാണ്ട് പഴയ കാര്യം എടുത്തു ചെയ്യാൻ നിൽക്കരുതെന്ന് പറയും. അയ്യോ ജിൻഷിക്ക് ഇത് ഫീലായോ, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല എന്ന് പറയും. ഓ നീ ഇതിപ്പോ മനഃപൂർവ്വം പറഞ്ഞതല്ലല്ലേ എന്നും പറഞ്ഞ് സിഡ്നിക്ക് കുറച്ച് ഫുഡും ഓർഡർ ചെയ്ത് ഇവന് വേണ്ടി പാക്ക് ചെയ്ത് വെച്ച ഫുഡും എടുത്ത് പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങും. അതേ ടൈം ജിൻഷി ഭയങ്കര അപ്സെറ്റ് ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നാൻസിയുടെ മെസ്സേജ് വരും. എന്താണ് നീ ഫുഡ് കഴിച്ചോന്ന് ഇങ്ങനെ ചോദിക്കും. എവിടെ കഴിക്കാൻ, ആകെ ദേഷ്യത്തിലാന്ന് പറയും. ആ ടൈമിന് ലില്ലിയുടെ അടുത്ത് നിന്നും കോള് വരും. എന്താടി എന്താ പറ്റിയതെന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത് പറ്റാൻ, ഫുഡ് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്ത് വെച്ചിരുന്നപ്പോ ദേ ആ സിഡ്നി വന്നു എന്നെ പ്രാന്താക്കിന്ന് പറയും. അതൊക്കെ നീ അങ്ങോട്ട് വിട്ടുകളാ, സിഡ്നിക്ക് ഞാനിന്റെ മേത്ത് ചെറിയൊരു കണ്ണുണ്ടെന്ന് തോന്നുന്നു, അതിനിടയിലാണ് നിങ്ങൾ ഒരുമിച്ച് കണ്ടത്, അപ്പോ അതിന്റെ ദേഷ്യത്തില് ചെയ്തതായിരിക്കും എന്ന് പറയും. സിഡ്നി ഞാനിന്റെ മേത്ത് കണ്ണ് വെക്കേ കാല് വെക്കേ എന്ത് വേണേലും വെച്ചോട്ടെ, അതിനിടയിലേക്ക് എന്നാവശ്യമില്ലാണ്ട് വലിച്ചെടുക്കുന്നത് എന്തിനാണ്, വെറുതെ എന്നെ മെക്കിട്ടാ കയറുന്നെന്നും പറഞ്ഞ് ജിൻഷിയും ഭയങ്കര ദേഷ്യത്തിലിരിക്കും. പക്ഷേ പകരത്തിന് പകരമായിട്ട് നമ്മുടെ ഞാൻ സിഡ്നിനെ പ്രാന്താക്കിയിട്ടാണല്ലോ പോയിട്ടുള്ളത്. അങ്ങനെ സിഡ്നി വല്ലാത്ത ദേഷ്യത്തിലിരിക്കുമ്പോ പെട്ടെന്ന് സിഡ്നിയുടെ പുറകെ നടക്കുന്ന ആ ഒരു ഇൻവെസ്റ്റർ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് വരും. അതുമല്ലാണ്ട് സിഡ്നിക്ക് ഒരു ഡയമണ്ട് നെക്ലസ് വരെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഇതിന് ഞാൻ എന്ത് ഉപകാരമാണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കും. നീ എനിക്കൊന്നും ചെയ്തു തരേണ്ട ആവശ്യമൊന്നുമില്ല, ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് നീ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിന്നെ ഇഷ്ടമില്ലാത്തവരുടെ പുറകെ നീ വെറുതെ പോയി നീ ഹേർട്ട് ആവുന്നത് എന്തിനാണ്? നീ ഒരു പണി ചെയ്, ഡാങ്ങിയാന്റെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടാന്ന് വെക്ക്, അതിന് പകരം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. ഡാങ്ങിയാൻ നിനക്ക് എന്താണോ തരുന്നത് അതിന്റെ ഡബിൾ ആയിട്ടും അതിനുപരിയായിട്ടും ഞാൻ തരാന്ന് പറയും. അപ്പൊ തന്നെ സിഡ്നി എന്തായാലും ഡാങ്ങിയാന്റെ അടുത്ത് ഒരു വിശ്വാസവഞ്ചന കാണിക്കുന്നത് ശരിയല്ലല്ലോ, നിങ്ങൾക്കും അങ്ങനെയുള്ള പെൺകുട്ടികളാ ഇഷ്ടമല്ല. അതുമല്ലാണ്ട് ഈ നെക്ലസും ഭയങ്കര എക്സ്പെൻസീവ് ആണ്, എനിക്ക് എന്തായാലും ഇത് വേണ്ടാന്നും പറഞ്ഞ് തള്ളി അങ്ങോട്ട് നീക്കി വെക്കും. കുഴപ്പമില്ല നീ ടൈം എടുത്തോന്നും പറഞ്ഞ് പുള്ളിയും അവിടെ അങ്ങനെ ഇരിക്കും. അതേ ടൈം ജിൻഷിയുടെ അടുത്തേക്ക് ഞാൻ വരും. ഫുഡ് കഴിച്ചിട്ട് നിനക്ക് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോന്നാ പോരായിരുന്നില്ലേ, അത്രയ്ക്കും ദേഷ്യം നിനക്ക് എന്തിനാണെന്ന് ഇങ്ങനെ ചോദിക്കും. ആ ദേഷ്യം കാരണം എനിക്കിപ്പോ കുറച്ച് സ്ട്രെങ്ത് കൂടിയിട്ടുണ്ടെന്ന് പറയും. അപ്പൊ നിനക്ക് വിശക്കുന്നില്ല, നിനക്ക് വേണമെങ്കിൽ ഈ ഫുഡ് കഴിക്കാന്നും പറഞ്ഞ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഫുഡ് എടുത്ത് നീട്ടും. ഇത് കാണുമ്പോ ജിൻഷിയും ഹാപ്പിയാകും, പുള്ളിക്കാരിയും നല്ല വിശന്നിരിക്കുവാണ്. അങ്ങനെ തന്നെ ഫുഡൊക്കെ വാരി വലിച്ചു കഴിക്കും. അപ്പൊ തന്നെ ഞാൻ നീ എന്തിനാണ് വെറുതെ സിഡ്നിയുടെ കൂടെ ആർഗ്യൂ ചെയ്യാനായിട്ട് നിൽക്കുന്നത്, അവളും ഒരു കമ്പനിയുടെ ബോസാണ്, അത് നിനക്കറിയില്ലേ എന്ന് ചോദിക്കും. അതൊക്കെ എനിക്കറിയാം, എന്തുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോയതെന്നും സിഡ്നിക്ക് അറിയാവുന്നതല്ലേ, ആവശ്യമില്ലാണ്ട് അതെടുത്ത് പറയുമ്പോ ദേഷ്യം കയറും, അങ്ങനെ പെട്ടെന്ന് വന്നു പോയതാന്ന് പറയും. എന്തായാലും ഇനി മുതൽ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോ ഒന്നിന് 100 വട്ടം ചിന്തിക്കണം. നമ്മുടെ അടുത്ത് നിന്നും ഒരു ചെറിയ മിസ്റ്റേക്ക് വരാനായിട്ട് എല്ലാവരും കാത്തിരിക്കുവാണ്. അതുമല്ലാണ്ട് റോ മെറ്റീരിയൽസിന്റെ പ്രോബ്ലം താനെ നടന്നതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോ ജിൻഷി ഷോക്കായിട്ട് അപ്പോ ഇതും സിഡ്നി ആണോ എന്ന് ചോദിക്കും. വല്ലാത്ത ദേഷ്യത്തിലിരിക്കുമ്പോ ഞാനാണെങ്കിലും കണ്ടോ നിന്റെ ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കും. ഞാനതിനിപ്പോ ഗുവാനിൽ വർക്ക് ചെയ്യുന്നില്ലല്ലോ, പിന്നെ വെറുതെ എന്തിനാണ് സിഡ്നി എന്റെ പുറകെ നടന്ന് ട്രിഗർ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇപ്പോഴും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും നീ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും, ഞാൻ പോവാന്നും പറഞ്ഞ് പയ്യെ നടക്കും. അപ്പൊ തന്നെ ജിൻഷി എങ്ങോട്ട് പോവാന്ന് ചോദിക്കും. വേറെ എങ്ങോട്ട്, എന്റെ വർക്ക് ചെയ്യണ്ടേ, അത് വേറെ ആരും ചെയ്യില്ല, ഞാൻ തന്നെ ചെയ്യണോന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് എക്സിബിഷന്റെ കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും തന്നെ അവിടെ ഉണ്ട്. അതേ ടൈം നമ്മുടെ ജിൻഷിയും അകത്തേക്ക് കയറി വരും. ജിൻഷിനെ കണ്ട സിഡ്നി വെറുതെ ഇരിക്കോ, എവിടെയാണ് എന്റെ സീറ്റ് എന്ന് ചോദിക്കും. ദേ അവിടെയാന്ന് പറയും. അന്നാ നീ അവിടെ പോയിരുന്നു, നമുക്ക് പിന്നെ സംസാരിക്കാന്നും പറഞ്ഞ് പുള്ളിക്കാരെ ആറ്റിറ്റ്യൂഡ് ഇട്ട് മുന്നോട്ട് പോകും. അതേ ടൈം ഞാൻ എന്റെ സ്പീച്ചും സ്റ്റാർട്ട് ആകും. ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, പക്ഷേ മെഡിക്കൽ ഫീൽഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുമെന്നും പറഞ്ഞ് മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെ പറയും. അങ്ങനെ സ്പീച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പെൺകുട്ടി സ്റ്റേജിലേക്ക് കയറി നിന്ന് യാൻ സാറ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് പകർന്നു തന്നു, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യാൻ സാറിന്റെ അടുത്ത് നേരിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് ആർക്കൊക്കെ ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ തന്നെ ഒരുപാട് പേര് കൈയൊക്കെ പൊക്കി നിൽക്കും. ഞാൻ എന്തായാലും എന്നെ ചൂസ് ചെയ്യുള്ളൂന്നും പറഞ്ഞ് ജിൻഷി ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടിരിക്കുവാണ്. പക്ഷെ ജിൻഷിയുടെ അടുത്തുള്ള വേറൊരു പെൺകുട്ടിനെ വിളിക്കും. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ കടന്നു പോകും. എല്ലാ ക്വസ്റ്റ്യനിലും നമ്മുടെ ജിൻഷി കൈവക്കുന്നുണ്ടെങ്കിലും ജിൻഷിനെ മാത്രം വിളിക്കുന്നില്ല. അവസാനത്തെ ക്വസ്റ്റ്യൻ ആവുമ്പോ ഇനി ദേ യാനിന്റെ അടുത്ത് ചോദിക്കാനായിട്ടുള്ള അവസാന ക്വസ്റ്റ്യൻ ആണ്. ഈ അവസാന ക്വസ്റ്റ്യൻ ആരായിരിക്കും ചോദിക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. അതിനിടയ്ക്ക് ഒരുപാട് പേര് കൈയൊക്കെ പൊക്കുന്നുണ്ട്. പക്ഷെ ജിൻഷി ആണെങ്കിലും കൈയൊന്നും പൊക്കാണ്ട് ഒന്ന് പോടാന്നുള്ള രീതിയിൽ നിൽക്കും. യാൻ നോക്കുമ്പോ ഇവളാണെങ്കിൽ തലയൊക്കെ ചോർന്ന് നിൽക്കുവാണ്. അവസാനം യാൻ തന്നെ ദേ അവസാന റോയിലിരിക്കുന്ന ആ ഷോർട്ട് ഹെയർ വെച്ച പെൺകുട്ടി അവള് തന്നെ എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്ന് പറയും. ജിൻഷിയും ഷോക്കായിട്ട് കഴിഞ്ഞിട്ട് നിന്ന് ഒരു ഡൗട്ടൊക്കെ ചോദിക്കും. യാനാണെങ്കിലും അതിന് സ്ട്രെയിറ്റ് ആയിട്ട് ആൻസർ
ആൻസർ പറയാണ്ട് ചുറ്റി വളച്ച് നമ്മുടെ ജിൻസിക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിൽ അവൻ ആൻസർ പറയും. ഒരു ബിസിനസ് ആവുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വരും. ഓരോ പ്രോബ്ലത്തിൽ നിന്നും നമുക്ക് ഓരോരോ കാര്യങ്ങൾ പഠിക്കാനായിട്ടും സാധിക്കും. അത് വെച്ച് നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അതുകൊണ്ട് നമുക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കുമെന്നും പറഞ്ഞ് ഒരു ആൻസർ അങ്ങോട്ട് പറയും. ഇത് കേൾക്കുമ്പോൾ ജിൻഷിയും മിസ്റ്റർ യാൻ നിങ്ങൾ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി, താങ്ക് യു എന്നും പറഞ്ഞ് ഇരിക്കാനായിട്ട് പോകുമ്പോൾ ഞാനാണെങ്കിലോ ഇതാണ് ഞങ്ങൾ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ജിങ്ഷൻ കമ്പനിയുടെ ബോസ് ആയിട്ടുള്ള ജിൻഷി. ഇവരുടേത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. 3D പ്രിന്ററിന്റെ പ്രോസസ്സിംഗിലാണ് ഇപ്പോൾ ഇവരുള്ളത്. എന്തായാലും ജിൻഷി എഗെയിൻ ആൻഡ് എഗെയിൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാല് എന്തായാലും വിജയം നിങ്ങളുടെ കൈകളിൽ തന്നെ എത്തുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ജിൻഷിനെ തിരിഞ്ഞു നോക്കും. താങ്ക് യു മിസ്റ്റർ ഹാൻ, നിങ്ങളുടെ തല ഒരിടത്തും കുനിയാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും. ഇപ്പോ ക്ലിനിക്കൽ ടെസ്റ്റിന്റെ പ്രോസസ്സിംഗിലാണ്. ഇനി എന്തായാലും വൈകാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ലോഞ്ച് ആവും എന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് യുവാന്റെ അടുത്തേക്ക് സിഡ്നിയുടെ പുറകെ നടക്കുന്ന ആ ഒരു ഇൻവെസ്റ്റർ ചെല്ലും. നിനക്കും യാനിനും ഇടയിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടിപ്സ് എന്റെ കയ്യിലുണ്ട്. ഫ്രീ ആണെങ്കിൽ ഒന്ന് വാന്ന് പറയും. യുവാനാണെങ്കിലോ ഇവന്റെ അടുത്തൊന്നും പറയുന്നില്ല. ഒരു സ്മൈലിംഗ് കൊടുത്ത് അവിടെ നിന്ന് പോകും. ഇയാള് യുവാന്റെ അടുത്തേക്ക് ചെല്ലുന്നതും യുവാന്റെ കൂടെ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ യാനിന്റെ അസിസ്റ്റന്റ് മാറി നിന്ന് കാണുന്നുണ്ട്. അതേ ടൈം ഓഫീസിൽ കാണിക്കാണ് നമ്മുടെ ജിസോ മറ്റേ പയ്യന്റെ അടുത്ത്, ലില്ലിക്ക് ഇപ്പോ ബോയ് ഫ്രണ്ട് ഉണ്ടടാ, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് ചോദിക്കും. ജിസോ നീ വിഷമിക്കണ്ടടാ, ഞാനും അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉള്ള പോലെയൊന്നും തോന്നുന്നില്ല. അതുമല്ലാണ്ട് നിന്നെ റിജക്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ലില്ലി അങ്ങോട്ടേക്ക് വന്ന് എന്താ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. ജിസോയാണെങ്കിൽ ആകെ നെർവസ് ആകും. ഒന്നുമില്ല മിസ്റ്റർ ഞാനൊരു സ്പീച്ച് കൊടുത്തില്ലേ, അത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കായിരുന്നു. മിസ്റ്റർ ഹാന ഇതിൽ കാണാൻ എന്തൊരു ഹാൻഡ്സ് ഓണല്ലേ എന്നും പറഞ്ഞ് പയ്യെ ടെൻഷനായിട്ട് നടക്കും. അത് കഴിയുമ്പോ തിരിച്ചു വന്ന് സോറി ഞാൻ മിസ്റ്റർ ഹാന ഇവിടെ നിന്ന് എടുക്കാൻ മറന്നുപോയി എന്നും പറഞ്ഞ് ആ ഫോണുമായിട്ട് പയ്യെ അവിടെ നിന്ന് പോകും. അതേ ടൈം ജിങ്ഷിനെ കാണിക്കാന് ഇന്ന് വലിയൊരു മോട്ടിവേഷൻ ആണല്ലോ ഞാൻ ജിങ്ഷിക്ക് കൊടുത്തത്. അതിനെന്തായാലും ഒരു താങ്ക്സ് പറയണം. എങ്ങനെ താങ്ക്സ് പറയുമെന്നും പറഞ്ഞ് ചിന്തിച്ചോണ്ടിരിക്കാണ്. ആ ടൈമിന് ഞാൻ തന്നെ കോൾ ചെയ്യും. എവിടം വരെ ആയി എക്സിബിഷന്റെ കാര്യങ്ങൾ, എല്ലാം സെറ്റായോ എന്ന് എന്നെ ചോദിക്കും. ആ ഏകദേശം എല്ലാം സെറ്റായി. നാളെ ലില്ലിയും ജിജോയും ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയും. ഞാനാണെങ്കിലും ഇതെല്ലാം കേട്ട് എന്ന് പറഞ്ഞ് മൂളിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജിൻഷി ആക്ച്വലി എനിക്ക് നിങ്ങളുടെ അടുത്തൊരു താങ്ക്സ് പറയണം. നിങ്ങൾ എനിക്കൊരു വലിയ മോട്ടിവേഷൻ തന്നെന്ന് പറയും. വീണ്ടും ഞാനാണെങ്കിൽ തന്നെ പറഞ്ഞോണ്ടിരിക്കും. പെട്ടെന്ന് നമ്മുടെ ഹീറോന് ഒരു ബിസിനസ് കോളും വരും. എന്നാ ശരി എനിക്കിപ്പോ അർജന്റ് വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് കോളും കട്ട് ചെയ്ത് ഞാൻ പോകും. ഇവരെന്താണ് എപ്പോഴും ഒന്നും പറഞ്ഞിരിക്കുന്നത്, ഇവർ ഇതല്ലാണ്ട് വേറൊന്നും പറയാൻ അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് ജിൻഷിയും ഭ്രാന്ത് കയറി നിൽക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ഇപ്പോ എക്സിബിഷനും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫുൾ ഓൺ ഫുൾ അവിടെ AI ആണ്. അതേ ടൈം ജിൻഷിയുടെ ഒക്കെ സ്ഥലം കാണിക്കുന്നുണ്ട്. ആക്ച്വലി ജിൻഷിയുടെ ഒക്കെ പ്രോജക്റ്റ് എന്താന്ന് വെച്ചാല് ഹ്യൂമൻ ബോഡിയിലെ സ്പൈനൽ കോഡിൽ വെക്കുന്ന ഇന്റർ ബോഡി കേജ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ഈ ഒരു സാധനമാണ് ആ 3D പ്രിന്ററൊക്കെ വെച്ച് ഇവര് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇപ്പോഴാണെങ്കിലും ഇവരുടെ സ്റ്റാളിലേക്ക് ആരും തന്നെ വരുന്നില്ല. എന്താണിത്, നമ്മുടെ സ്റ്റാള് ചെറുതായത് കൊണ്ടായിരിക്കോ? വലിയൊരു സ്റ്റാള് കിട്ടിയിരുന്നെങ്കിൽ മിക്കവാറും എല്ലാവരും നമ്മുടെ സ്റ്റാളിലേക്ക് വന്നാലെന്ന് സിസോ പറയും. അപ്പൊ തന്നെ മറ്റേ പയ്യൻ പിന്നെ എങ്ങനെ വരാനാണ്, നമ്മളെ ഒരു മൂലക്ക് കൊണ്ട് ഇട്ടേക്കുമല്ലേ, അപ്പൊ പിന്നെ ആരും നമ്മളെ തിരിഞ്ഞു നോക്കാനാന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ജിൻഷിയും ദേ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ആളുകൾ നമ്മൾ വേണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട്. അതിന് എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ടെന്നും പറഞ്ഞ് എല്ലാവരും കൂടി ബ്രോഷറൊക്കെ കൊടുക്കാനായിട്ട് ഇറങ്ങും. അങ്ങനെ ജിൻഷി ബ്രോഷറൊക്കെ കൊടുക്കാൻ പോകുന്നത് ഇവരുടെ പഴയ ഒരു ഹെഡ് ഉണ്ടല്ലോ പുള്ളിക്കാരൻ കാണും. എന്താ ജിൻഷി നീ ഇങ്ങനെ നടക്കുന്നത്, നീ ഒരു കമ്പനിയുടെ ബോസ് അല്ലേ, അപ്പൊ ഇങ്ങനെ ബ്രോഷറൊക്കെ കൊടുത്ത് നടക്കാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ കൂടെയുള്ള പയ്യൻ സാർ നിങ്ങൾ എന്തായാലും ഒരു കാര്യം പഠിക്കണം, ജിൻഷിയുടെ പുറകില് മിസ്റ്റർ യാനുണ്ട്, അപ്പോ പേടിച്ച് വേണം ജിൻഷിയുടെ അടുത്ത് സംസാരിക്കാനെന്നും പറഞ്ഞ് ജിൻഷിനെ നല്ല രീതിക്ക് ഹേർട്ട് ചെയ്യും. ആ ടൈമിനാണ് ഇന്നോവേഷൻ ടീമിൽ നിന്ന് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത്. ഇയാളെ കാണുമ്പോൾ ജിൻഷി ആണെങ്കിൽ ഇവർക്കൊരു മൈൻഡ് പോലും കൊടുക്കാണ്ട് നേരെ അയാളുടെ അടുത്തേക്ക് ചെന്ന് ബ്രോഷറൊക്കെ കാണിച്ച് അവരെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് കാണുമ്പോൾ അയാളും എന്തായാലും ഒന്ന് കണ്ടേക്കാന്നും പറഞ്ഞ് ജിൻഷിയുടെ ഒക്കെ സ്റ്റാളിലേക്ക് ചെല്ലും. അങ്ങനെ ജിൻഷിയുടെ സ്റ്റാളൊക്കെ കണ്ട് നിങ്ങളുടെ എല്ലാ പ്രോഡക്റ്റും അടിപൊളിയായിട്ടുണ്ടെന്നും പറഞ്ഞ് ജിൻഷിക്ക് ഒരു ചൈക്കാൻഡും കൊടുത്ത് ബാക്കിയുള്ള കമ്പനീസിന്റെ ഒക്കെ കാണട്ടെ എന്നും പറഞ്ഞ് പോകും. അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്, ഇവരുടെ കൂടെ സംസാരിക്കുന്നുണ്ട്. അതേ ടൈം ജിൻഷിയും അവിടെയുള്ള സാധനങ്ങളൊക്കെ ചുറ്റി കാണാനായിട്ട് പോകും. ആ ടൈമിന് ജിൻഷി അൻഹായ് എന്ന് പറഞ്ഞ് ഒരു കമ്പനിയുടെ ബൂത്ത് കാണും. ഇത് കണ്ട് വായും പൊളിച്ച് നിൽക്കുവാണ്. ആ ടൈമിനാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഹൺഹായ് എന്ന് പറഞ്ഞ കമ്പനിയിലും നമ്മുടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യമൊന്നും ജിൻഷിക്ക് അറിയില്ല. അങ്ങനെ ഞാനെ കാണുമ്പോൾ മിക്കവാറും ഇവര് നമുക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ട് വരുമെന്നാ തോന്നുന്നെന്ന് പറയും. നീ എന്തായാലും അങ്ങനെ ചിന്തിക്കണ്ട, ഇപ്പൊ എനിമീസ് ആയിട്ട് നിൽക്കുന്നവര് നാളെ നിന്റെ ഫ്രണ്ട് ആവാനായിട്ടും ചാൻസ് ഉണ്ടെന്ന് പറയും. അപ്പൊ തന്നെ ജിൻഷി സ്റ്റോപ്പ് ചെയ്തിട്ട് അൺഹായ് എന്ന് പറഞ്ഞ കമ്പനി വളർന്ന പോലെ ജിൻഷനും അങ്ങനെ വളരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും.
ഞാൻ എന്താണ് നിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത്? ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണോ? എന്നാ നീ അങ്ങനെ ചിന്തിക്കണ്ട. ഞാൻ അങ്ങനെ ചാരിറ്റിക്ക് അധികം ക്യാഷ് ഒന്നും കൊടുക്കാറില്ല. നിന്റെ കമ്പനിയും അതേപോലെ തന്നെ വളരുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജിൻഷിക്ക് ഡബിൾ ഹാപ്പി. ആ ടൈമിന് ഞാനിന് കോള് വരും. എനിക്ക് വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ മുന്നോട്ട് നടക്കും. അപ്പൊ തന്നെ ജിൻഷി അസിസ്റ്റന്റിനെ സ്റ്റോപ്പ് ചെയ്യും. ഇന്ന് ഈവനിങ് ആകുമ്പോൾ ഞാൻ ഫ്രീ ആകുമോ എന്ന് എന്നെ ചോദിക്കും. ഇന്ന് സാറ് ഭയങ്കര ബിസിയാണ്. ഈവനിങ് 7 മണിക്ക് ഒരു മീറ്റിംഗ് പോലും ഉണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു 8:30 ആകുമ്പോൾ ഞാനൊരു സ്ഥലം പറയാം, അങ്ങോട്ടേക്ക് ഞാനിനോട് വരാൻ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ജിൻഷി അങ്ങനെ അവിടെ നിന്ന് പോകും. അതേ ടൈം ലില്ലി ഒരു ക്ലയന്റിന്റെ അടുത്ത് അവിടെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയും. അയാളും അത് കേട്ട് നൈറ്റ് ആകുമ്പോൾ നമുക്ക് ഡിന്നറിന് മീറ്റ് ചെയ്യാന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പൊ തന്നെ സിസു ഇത് കേട്ട് ലില്ലിയുടെ അടുത്തേക്ക് വന്ന്, ഞാൻ നൈറ്റ് നിന്റെ കൂടെ ഡിന്നറിന് വരുന്നുണ്ട്. ഞാനും ഈ കമ്പനിയുടെ വൈസ് മാനേജർ അല്ലേ, അപ്പൊ എനിക്ക് ഒരുപാട് പഠിക്കാനായിട്ടൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പൊ തന്നെ ലില്ലിയും അങ്ങനെയാണെങ്കിൽ നീ പോന്നോന്ന് പറയും. ആ ടൈമിന് ജിൻഷിയും വന്ന് ഇത് കേട്ട്, എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി പോ, എന്നിട്ടേ ഇവളെ സേഫ് ആയിട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്ന് സിസോന്റെ അടുത്ത് പറയും. ലില്ലി ആണെങ്കിലും ആരാരെ കൂട്ടിക്കൊണ്ട് വരേണ്ടി വരുമെന്ന് ആ ടൈമിന് അറിയാമെന്നും പറഞ്ഞ് സിസോനെ കളിയാക്കിക്കൊണ്ടിരിക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. മൺഡേ മുതൽ റെഗുലർ ആയിട്ട് ഞാൻ വീഡിയോ ഇടാം. 2-3 ദിവസമായിട്ട് ഞാൻ ഭയങ്കര ബിസിയാണ്. എനിക്ക് വോയിസ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയിട്ട് വീഡിയോസ് ഒക്കെ വരുന്നത്. മൺഡേ മുതൽ 3-4 എപ്പിസോഡ്സ് വെച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.